ഇവിടെ ഗിയറയിൽ പദ്ധതി എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നടക്കാത്തൊരു കാര്യമാണ്. അത്തരം ഒരു പദ്ധതിയെപ്പറ്റി നമ്മൾ അത് നടക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇവിടെ നിന്നുള്ളത്. ഇപ്പം അഡീഷണലായിട്ട് ഒരു പാതയൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തേണ്ടത്. ഈ നമ്മുടെ റെയിൽ പാതയോട് ചേർന്നുകൊണ്ട് ഡബിൾ ലൈൻ എന്ന് പറയുന്നതിനോടൊപ്പം ഒരു ലൈൻ കൂടി ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് കുറയുകയും അല്ലെങ്കിൽ വലിയ ഇതിൻ്റെ മൂലധന ചെലവ് കുറയുകയും അതേ അവസരത്തിൽ ഗതാഗതം വല്ലാതെ വർദ്ധിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനുകൾ അടക്കമുള്ള വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ പ്രശ്നമുണ്ടാകാൻ പോകുന്നത് യൂസഫ് അലി ഈ അഭിപ്രായം പറഞ്ഞതോടുകൂടി ഇനിയിപ്പോൾ ഇവിടെ ചിലത് എന്ത് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നും ഉണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് പറയും എന്നുള്ളതാണ്. കാരണം യൂസഫ് അലിയുടെ അഭിപ്രായം ഇങ്ങനെയാണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ടാകുമല്ലോ. എന്തായാലും അവരൊക്കെ ഇപ്പോൾ അവരുടെ അവരവരുടെ കരഞ്ഞു തീർക്കട്ടെ. അതെ, സുഡാപ്പികൾക്ക് കരച്ചിൽ തീരാത്ത സമയമാണ്. അതായത് പല വിധത്തിലാണ്. അതെ, ഇപ്പോൾ ഈ ഹമാസിൻ്റെ ഒക്കെ പ്രശ്നത്തോട് ഇനി ഹമാസ് അവിടെയൊക്കെ ആൾക്കാർ ഇവിടെ വന്നേ അവർക്ക് രക്ഷയുള്ളത്, അവിടെ വരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ലോകത്ത് നടക്കുന്നുണ്ട്. ഒപ്പമാണ് ഇത്തരം കാര്യങ്ങളും വരുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ കരയുക, അത് തന്നെ കൂട്ടക്കരച്ചിൽ അത്രയേ ഉള്ളൂ.